ഈ ചെസ് പാൻ എന്ന യൂട്യൂബ് ചാനലോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ചെസ്സ് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചെസ്സ് എങ്ങനെ കളിക്കാമെന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ചെസ് ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് എങ്ങനെ കളിക്കുന്ന നീക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് പോൺ ഉണ്ടല്ലോ. അപ്പോൾ ഈ പോണിന് ഫസ്റ്റ് കളിയിൽ ഈ റോ മൊത്തത്തിലുള്ള പോണിന് ഫസ്റ്റ് കളിയിൽ 2 സ്ക്വയർ നീക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് പോൺ വെട്ടുന്നതെന്ന് പറയാം. ഈ പോണിന് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ രീതിയിലാണ് പോണ് വെട്ടാൻ പറ്റുന്നത്. പുറകോട്ട് പോകാൻ പറ്റില്ല പോണിന്. മുമ്പിലുള്ള ഇപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ രീതിയിലുള്ള ഇതൊക്കെയാണ് പോണിന് വെട്ടാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ രീതിയിലാണ് പോൺ വെട്ടാൻ പറ്റുന്നത്. ഇങ്ങനെ വെട്ടാം, ഇനി നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെയും വെട്ടാം. ഓക്കെ, ഇനി നമ്മൾ പോണ് എങ്ങനെ നീക്കണ്ടേന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് എങ്ങനെ നൈറ്റിനെ നീക്കാമെന്ന് പഠിക്കാം. നൈറ്റാണിത്, അല്ലെങ്കിൽ മലയാളത്തിൽ കുതിര എന്നും പറയാം. ഈ പോണിന് മലയാളത്തിൽ പടാളി എന്നും പറയും കേട്ടോ. ഈ നൈറ്റിനെ എൽ ഷേപ്പിലാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഷേപ്പിൽ 4 സ്ക്വയർസ് ആണ് നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയും മൂവ് ചെയ്യാം കേട്ടോ. 1 2 3 4 ഇങ്ങനെയും മൂവ് ചെയ്യാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയും മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെ നൈറ്റിന് വെട്ടാൻ പറ്റുന്നതെന്ന് അറിയാം. നൈറ്റിന് ഈ എൽ ഷേപ്പിലുള്ള 4 സ്ക്വയർസിനകത്തുള്ള എല്ലാ സാധനങ്ങളെയും വെട്ടാം. അതിങ്ങനെ നേരെ മറിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വെട്ടാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് റൂക്കിന് മൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം. റൂക്കിന് ഇപ്പോഴും നേരെ ഇങ്ങനെയും പോവാം. ഇവിടെ പീസസ് ഒന്നും ഇല്ലെങ്കിൽ നേരെ അവിടം വരെ പോവാം കേട്ടോ. പിന്നെ ഇങ്ങനെയും പോവാം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് റൂക്കിന് വെട്ടാനും പറ്റുന്നത്. അപ്പോൾ അടുത്തതാണ് ബിഷപ്പിന് വെർട്ടിക്കൽ രീതിയിലാണ് പോകുന്നത്. അവിടെയുള്ള സ്ഥലത്ത് ഇപ്പോൾ വെർട്ടിക്കൽ രീതിയിൽ ഇവിടെയാണ് ബിഷപ്പ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ നമുക്ക് വെട്ടാമല്ലോ, വെർട്ടിക്കൽ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെട്ടാം. ഇങ്ങനെ വെട്ടാം. ഓക്കെ, ഇനി എങ്ങനെ കിങ് മൂവ് ചെയ്യാന്ന് പറയാം. കിങ് ആണ് ഈ ചെസ്സിലെ ഏറ്റവും വലിയ കാര്യം. ഈ കിങ്ങിനിപ്പോഴും ഒരു സ്ക്വയർ വെച്ച് വെർട്ടിക്കൽ രീതിയിലും നേരെയും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അതായത് ക്യൂവിന് ഇവിടെ പീസസ് ഒന്നും ഇല്ലെങ്കിൽ നേരെ ഇങ്ങനെയും പോവാൻ വയ്ക്കാം. കിങ്ങിന് ഇങ്ങനെയായിട്ട് വെട്ടാനും പറ്റുന്നത്. ക്യൂവിന് ഇങ്ങനെ നേരെയും പോവാം. റൂക്കിൻ്റെ പവറും ഇതൊക്കെ റൂക്കിൻ്റെ പവറും ബിഷപ്പിൻ്റെ പവറും വെർട്ടിക്കൽ രീതിയിൽ ഇങ്ങനെയും വെട്ടാം. ഇങ്ങനെ രീതിയിൽ തന്നെയാണ് വെട്ടാനും പറ്റുന്നത്. ഓക്കെ, നമ്മൾ എല്ലാത്തിനെയും നീക്കങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ചെക്ക് മേറ്റും പഠിക്കാം. ഇപ്പോൾ ചെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങിന് അറ്റാക്ക് ഉണ്ടെങ്കിൽ, കിങ്ങിന് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അറ്റാക്കല്ലേ, അപ്പോൾ കിങ് മൂവ് ചെയ്താൽ പറ്റും, അല്ലെങ്കിൽ ഇല്ലീഗലാണ്. അപ്പോൾ ഇല്ലീഗലുണ്ടാകുന്ന പിന്നെ പഠിപ്പിക്കാം. അപ്പോൾ കിങ്ങിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാമല്ലോ, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അപ്പോൾ നേരെ മറിച്ച് ചെക്ക് മേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിങ്ങിന് വേറെ എല്ലായിടത്തും അറ്റാക്ക് ഉണ്ടെങ്കിൽ കിങ്ങിന് വേറെ ഒരു സ്ക്വയറും നീക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനാണ് ചെക്ക് മേറ്റ് എന്ന് പറയുന്നത്. ഇത് ചെക്ക് മേറ്റിലാണ്, ഇത് ചെക്ക. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം പഠിച്ചല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് എങ്ങനെ ചെസ് ബോർഡ് സെറ്റ് ചെയ്യാമെന്നത് പഠിക്കാം. ഓക്കെ, സൈനിങ് ഓഫ്.